നാം കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ 175-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു, വയഖുർബു നദ്ബൻ സായിറുഹു മിൻ ഖബ്രിഹി ഖുർബിഹി മിൻഹു ഹയ്യൻ. ഒരാൾ സിയാറത്തിന് പോയാൽ ആ ഖബറുമായി എങ്ങനെ ഇടപഴകണം, ജീവിതകാലത്ത് ആ വ്യക്തിയോട് എങ്ങനെയാണോ ഇടപഴകാറുള്ളത് അതേപോലെ ഖബറിന്റെ അടുത്ത് സിയാറത്തിന് പോയാലും ഇടപഴകണം എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇൽത്തിസാമുൽ ഖബ്രി ഔ മാ അലൈഹി മിൻ നഹ്വി താബൂത്തിൻ വലോ ഖബറു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഹ്വി യദിഹി വതഖബീലുഹു ബിദ്അത്തുൻ മക്റൂഹത്തുൻ ഖബീഹത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഖബറിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് ആ ഖബറിനെ കൈകൊണ്ട് പിടിക്കലും അതിനെ മുത്തം കൊടുക്കലും ചുംബിക്കലും അല്ലെങ്കിൽ ഖബറിന്റെ മുകളിലുള്ള താബൂത്ത് പെട്ടി പോലെയുള്ള വസ്തുക്കളെ ചുംബിക്കുന്നതും പിടിക്കുന്നതും മക്റൂഹത്തുൻ ഖബീഹത്തുൻ വളരെ മോശമായ വെറുക്കപ്പെടേണ്ട അനാചാരമാകുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ ആശയത്തെ വിവരിച്ചുകൊണ്ട് തന്നെയാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും ഇവിടെ ഈ വിഷയം ഖബറിന്റെ മുകളിലുള്ള പെട്ടിയോ അല്ലെങ്കിൽ ഖബറിന്റെ മുകളിലുള്ള കൊടിയോ തോരണങ്ങളോ തുണികളോ പിടിക്കുക, അതിനെ ചുംബിക്കുക തുടങ്ങിയവയൊക്കെ മോശമായ അനാചാരമാകുന്നു, വെറുക്കപ്പെടേണ്ട കാര്യമാകുന്നു. അപ്പോൾ ഹിജറ 665 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല ഇത്തരം ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് നടത്തപ്പെടുന്ന അനാചാരങ്ങളെ നേരത്തെ ശക്തമായി വിമർശിച്ചത് അൽ-ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ കഴിഞ്ഞ പേജുകളിൽ നിന്ന് വായിച്ചിരുന്നു. ശേഷം ഹിജ്റ 974 വഫാത്തായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും ഇതേ നിലപാട് തന്നെ വ്യക്തമാക്കിയപ്പോൾ പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ ഇതിന് വിരുദ്ധമായ രൂപത്തിൽ ബറക്കത്തിന് വേണ്ടി ഖബറുകളെ മുത്തുന്നതിന് വിരോധമില്ല എന്ന ചില പ്രയോഗങ്ങൾ നടത്തുകയും അവർ തന്നെയും ഇത് സാധാരണക്കാരുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും ആ പ്രയോഗങ്ങളെ മറയാക്കി സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വഴികേട് വരുന്ന രൂപത്തിൽ ഇത്തരം വരികളെ അല്ലെങ്കിൽ ഇത്തരം മഹാന്മാരുടെ വാക്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ വഴികേടിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാരെന്ന് തോന്നിക്കപ്പെടുന്ന ചില ആളുകൾ പല കാട്ടിക്കൂട്ടലുകളും ഇന്ന് ചില മക്ബറകളിൽ വെച്ച് നടത്തുന്നത് നാം കാണാറുണ്ട്. എന്നാൽ ഈ പിൽക്കാലത്ത് വന്ന ആളുകളുടെ ഇത്തരം വാചകങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല അൽ-ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 11-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസർ അബൂ ദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തത് നാം മുമ്പ് ഇവിടെ വായിച്ചിരുന്നു. അഥവാ പണ്ഡിതന്മാരായ ചില ആളുകളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളെ, വഴുതലുകളെ നിങ്ങൾ നന്നായി ജാഗ്രത പാലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. ചില പിശാചുക്കൾ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ കാരണമാകുന്ന ചില വാചകങ്ങളെ തന്ത്രജ്ഞനായ വിജ്ഞാന സമ്പന്നരായ ചില പണ്ഡിതന്മാരുടെ നാവുകളിലൂടെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുൻകാലത്തെ സഹാബത്തുൽ കിറാമിന്റെയും താബിഈങ്ങളുടെയും മാതൃകയില്ലാത്തതും അവരുടെ കാലഘട്ടത്തിൽ നടത്തപ്പെടാനും ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്യാതെ മാറ്റിവെച്ചതുമാണെങ്കിൽ അത്തരം വിഷയങ്ങളെ പുണ്യകരമാണെന്നോ ഇസ്ലാമികമാണെന്നോ മറ്റാരെങ്കിലും തെളിവുകളുടെ പിൻബലമില്ലാതെ പറഞ്ഞാൽ ആ പറഞ്ഞതുപോലും നാം പിന്തുണക്കരുത്. അത് പിശാച് മഹാന്മാരുടെ നാവുകളിലൂടെ പറയിക്കുന്നതാണ് എന്ന് ഹിജറ 665 ജീവിച്ച അബൂ ശാമ റഹിമഹുല്ല മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസർ ഉദ്ധരിച്ചുകൊണ്ട് ഈ കിതാബിൻ്റെ 11-ാമത്തെ പേജിൽ വിവരിച്ചിരുന്നു. അതേ പ്രകാരം ഇന്ന് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പിൽക്കാലത്ത് വന്ന ഹിജ്റ 974 ഏകദേശം ഒരു 500 വർഷം മുമ്പേ വഫാത്തായി പോയ മഹാനാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ല. അതിന്റെ മുമ്പുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞതിന് വിരുദ്ധമായ ചില പ്രയോഗങ്ങൾ പിന്നീട് വന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞത് ചില ഗ്രന്ഥങ്ങളിൽ നാം കാണാറുണ്ട്. അത്തരം ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ
വലിയ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞ് പേരുദ്ധരിക്കുന്നത് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. സാധാരണക്കാരായ ആളുകൾ അത്തരം ആളുകളുടെ ജനനവും വഫാത്തായ കാലഘട്ടവും കൂടി ഒന്ന് ചോദിച്ചാൽ നമുക്ക് അവർ പറയുന്നതിൻ്റെ മൗഢ്യത മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത്തരം ചില ആളുകളുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ വലിയ കോലാഹലങ്ങൾ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഹിജ്റ 974 ജീവിച്ച മഹാന്മാർ വരെ എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച വിഷയങ്ങളെ എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് സ്വന്തം ഇജ്തിഹാദ് ചെയ്ത് കാബ ഷരീഫിനെ തൊട്ടുമുത്തൽ പുണ്യപരമായതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറിനെയും തൊട്ടുമുത്തലും അതിലേക്ക് ചൂണ്ടി കൈമണക്കലുമൊക്കെ പുണ്യകരമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ, അതും പുണ്യകരമാണെന്നവർ പറഞ്ഞിട്ടില്ല, അനുവദനീയമാണെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് പുണ്യകരമാണെന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ പലരും പല അനാചാരങ്ങളും പൂർവ്വകാല പണ്ഡിതന്മാർ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളും ശക്തമായി വിരോധിച്ചതുമായ പല കാര്യങ്ങളെയും ഇസ്ലാമികമായി അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് നാം കാണുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഖബറിനെ തൊട്ട് മണക്കുക, അതിനെ പിടിച്ച് വെക്കുക, അതിൻ്റെ മുകളിലുള്ള പെട്ടിയിൽ കൈവെക്കുക, അതിൻ്റെ മുകളിലുള്ള തുണി ചുംബിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ മഹാന്മാരായ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ വരെ പരിശുദ്ധമായ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് പിന്നീട് നാം വായിക്കുന്നുണ്ട്. എതിർത്തതും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതുമാണ് എന്ന വസ്തുത സമൂഹം മനസ്സിലാക്കുന്നത് പരലോകത്ത് വെച്ച് വിരൽ കടിക്കാതിരിക്കാൻ സഹായകരമാകുമെന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.